Dear students, ഈ ക്ലാസ്സിൽ നമ്മൾ കുറെ പ്രോബ്ലം സോൾവിങ് അല്ല, ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ കുറച്ച് തിയറീസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ്, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്. സോ ഒരു എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്താണ്, അതേപോലെ ഒരു എഫ് ഡാഷ് എക്സിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു പോർഷൻ പറയുന്നത്. സോ ഇവിടെ കുറച്ച് എഫേഴ്സിനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എഫേഴ്സിനെ കുറിച്ചിട്ട്. അതിനെ കുറിച്ച് വറിഡ് ആവേണ്ട ആവശ്യമില്ല. Let f of x be continuous on the x-axis and f of x tends to 0 as mod x tends to infinity. Let f dash x be absolutely integrable on the x-axis. Then Fourier transform of f dash x is equal to I omega Fourier transform of f of x എന്നായിരിക്കും. എഫിന്റെ ഡിഫറൻഷ്യലിന്റെ ഫോറിയർ ട്രാൻസ്ഫോം കാണണമെങ്കിൽ ഐ ഒമേഗ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് മതി, എഫ് ഓഫ് എക്സിന്റെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടാൽ മതി. ഇതിന്റെ പ്രൂഫോ നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഈ റിസൾട്ടുകൾ പ്രോപ്പർട്ടീസ് മാത്രമേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ്സിനെ എങ്ങനെ കാണാൻ പറ്റും? സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് ഡാഷിന്റെ ഐ ഒമേഗ എഫ് ആണെങ്കിൽ എഫ് ഡബിൾ ഡാഷിന്റെ ഐ ഒമേഗ എഫ് ഡാഷ് വരും. ഐ ഒമേഗ ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ്. എഫ് ഡാഷിന്റെ വീണ്ടും നമുക്ക് എങ്ങനെ എഴുതാം? വീണ്ടും ഐ ഒമേഗ ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പൊ എന്ത് വരും? ഐ ഒമേഗ ഇൻറ്റു ഐ ഒമേഗ എന്ന് വരും. ഐ ഇൻറ്റു ഐ സ്ക്വയർ അല്ലെ, ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ ഒമേഗ ഇൻറ്റു ഒമേഗ ഒമേഗ സ്ക്വയർ. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ മൈനസ് ഒമേഗ സ്ക്വയർ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് വരും. സോ അങ്ങനെ ജനറലി നമുക്ക് എന്ത് പറയാൻ പറ്റും? nth ഡെറിവേറ്റീവ് ആണെങ്കിൽ ഐ ഒമേഗ എന്നുള്ളതിനെ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് എഫ് ഓഫ് എക്സിന്റെ ഫോറിയർ ട്രാൻസ്ഫോം കാണാം. അപ്പൊ എഫ് ഓഫ് എക്സിന്റെ ഫോറിയർ ട്രാൻസ്ഫോം അറിയാമെങ്കിൽ ഏത് ഡിഫറൻഷ്യലിന്റെയും ഫോറിയർ ട്രാൻസ്ഫോം ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ച് കാണാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് കോൺവല്യൂഷൻ. ഫോറിയർ ട്രാൻസ്ഫോമിൽ കോൺവല്യൂഷൻ എന്താ പറയുന്നത്? എഫ് ടാർ ജി. എഫ് ടാർ ജി ആണ് കോൺവല്യൂഷൻ ഡിനോട്ട് ചെയ്യുന്നത്. എഫ് ടാർ ജി ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് പി. ജസ്റ്റ് ഒരു വേരിയബിൾ എന്ന നിലക്ക് പി എഴുതിയതാണ്. ലാംഡ എഴുതാം അല്ലെങ്കിൽ ടി എന്ന് എഴുതാം, കുഴപ്പമില്ല. എഫ് ഓഫ് പി ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് പി ഡി പി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കോൺവല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. കോൺവല്യൂഷൻ ഓഫ് എഫ് ആൻഡ് ജി. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ജിയില് എക്സ് മൈനസ് പി കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എഫിൽ എക്സ് മൈനസ് പി കൊടുക്കാം. ജസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് കോൺവല്യൂഷൻ. ഇനി ഈ കോൺവല്യൂഷൻ ഫോറിയർ ട്രാൻസ്ഫോം എങ്ങനെ വരുന്നതാണ് ഞാൻ പറഞ്ഞു. നമ്മൾ ഈ ഒരു ഡിസ്കഷനിൽ ഉദ്ദേശിക്കുന്ന കുറെ തിയറീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫോറിയർ ട്രാൻസ്ഫോമിന്റെ കുറച്ച് തിയറീസും റിസൾട്ടുകളൊക്കെയാണ്. സോ കോൺവല്യൂഷൻ തിയറം പറയുന്നത് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്, ബൗണ്ടർ ആണ്, അബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ ആണ് ഓൺ ദി എക്സ് ആക്സിസ്. ദെൻ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് കോൺവല്യൂഷൻ ഓഫ് എഫ് ആൻഡ് ജി ഈസ് ഈക്വൽ ടു √2π ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഇൻറ്റു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ജി. കോൺവല്യൂഷൻ തിയറം ഇൻ ഫോറിയർ ട്രാൻസ്ഫോം. സോ നെക്സ്റ്റ് നമ്മൾ കുറച്ച് കൂടുതൽ പ്രോപ്പർട്ടീസ് പറയണം. ഫോറിയർ ട്രാൻസ്ഫോമിന്റെ കുറച്ച് കൂടുതൽ പ്രോപ്പർട്ടീസ്. നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി. F1 F2 എന്നുള്ള രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. A1 A2 എന്നുള്ള കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാം, ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് A1 F1 പ്ലസ് A2 F2 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യാം. സോ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ ലീനിയാരിറ്റി പ്രോപ്പർട്ടി കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും പ്രൂവ് ചെയ്യുന്നില്ല. അതിന്റെ പ്രൂഫ് നിങ്ങൾക്ക് ആവശ്യമില്ല, എന്നാലും ഞാൻ വീണ്ടും പ്രൂവ് ചെയ്യുന്നില്ല. അതുപോലെ അടുത്തൊരു പ്രോപ്പർട്ടി, ലീനിയാരിറ്റി പ്രോപ്പർട്ടി പോലെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് സിമ്മട്രി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് മൈനസ് ഒമേഗ, ഇത് സ്മോൾ ലെറ്റർ എഫ് ആണ് കേട്ടോ, ഇത് ക്യാപിറ്റൽ എഫ് ആണ്, ഇത് സ്മോൾ എഫ് ആണ്. സോ സ്മോൾ എഫ് ഓഫ് മൈനസ് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് ടി ആണ്. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് ടി ആണ്. ഇതാണ് സിമ്മട്രി പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് ടി ആണെങ്കിൽ സ്മോൾ ലെറ്റർ എഫ് ഓഫ് മൈനസ് ഒമേഗ എന്ന് പറഞ്ഞാൽ
ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് ടി എന്നുള്ളത്. ഇതിൻ്റെ പ്രൂഫ് വളരെ സിമ്പിളാണ്. ജസ്റ്റ് എൻ്റെ പ്രൂഫ് ഒന്ന് എഴുതാം. പ്രൂഫ് ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്നാലും എൻ്റെ പ്രൂഫ് ജസ്റ്റ് ഒന്ന് പറയാം. പ്രൂഫ് പഠിക്കണം എന്നില്ല കേട്ടോ, എന്നാലും അതിൻ്റെ പ്രൂഫ് ഒന്ന് പറയാം. ഫസ്റ്റ് ബൈ ഡെഫിനിഷൻ എഫ് ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ്. അപ്പോൾ ജസ്റ്റ് ഡെഫിനിഷൻ എഴുതി. ഫോറിയർ ട്രാൻസ്ഫോം അങ്ങനെ 1/√2π മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി ഡി ടി. ഇങ്ങനെ എഴുതി. നമുക്ക് എന്താ കിട്ടേണ്ടത്? എഫ് ഓഫ് മൈനസ് ഒമേഗ ഈക്വൽ ടു കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരണം? സ്മോൾ ലെറ്റർ എഫ് വരണം. അപ്പോൾ ഇത് ഫോറിയർ ട്രാൻസ്ഫോമാണ്. ഇവിടെ സ്മോൾ ലെറ്റർ എഫ് വരണമെങ്കിൽ ഈ എഫ് ഇതിവിടെ വരണം. ഇതിവിടെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ഇൻവേഴ്സ് ഉപയോഗിക്കണം അല്ലേ? അപ്പോഴാണ് സ്മോൾ ലെറ്റർ എഫ് ഓഫ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ എഫ് പോയിട്ട് അവിടെ സ്മോൾ ലെറ്റർ എഫ് വരണമെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എഴുതണം. എന്താണത്? സോ ബൈ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എങ്ങനെ എഴുതാം? എഫ് ഓഫ് ടി ഈക്വൽ ടു 1/√2π മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് ഒമേഗ ഇ റൈസ് ടു ഐ ഒമേഗ ടി ഡി ഒമേഗ എന്ന് വരും അല്ലേ? ഇവിടെ ഡി ടി ആകുമ്പോൾ ഇവിടെ ഡി ഒമേഗ വരും. ഇവിടെ ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി ആണെങ്കിൽ ഇവിടെ ഇ റൈസ് ടു ഐ ഒമേഗ ടി എന്ന് വരും. സോ ഇനി ക്വസ്റ്റ്യൻ നോക്കൂ. നമുക്കിവിടെ മൈനസ് ഒമേഗ എന്ന് വരേണ്ടത്, അതുപോലെ ഇവിടെ എഫ് ഓഫ് ടി എന്ന് വരേണ്ടത് അല്ലേ? ഇവിടെ നമുക്ക് എഫ് ഓഫ് ഒമേഗ എന്നുള്ളത്, ഇവിടെ എഫ് ഓഫ് ടി എന്ന്. നേരെ തിരിച്ച് നമുക്ക് എന്ത് വരണം? ഇവിടെ എഫ് ഓഫ് മൈനസ് ഒമേഗയും വരണം, ഇവിടെ ടിയും വരണം. സോ ഇവിടെ ടി എന്നുള്ളത് ഒരു വേരിയബിൾ ആണ് അല്ലേ? ഇവിടെ ടി വേരിയബിളാണ്, ഇവിടെയും ടി വേരിയബിളാണ്. അപ്പോൾ ടിക്ക് പകരം ഞാൻ എന്ത് ചെയ്യാണ്? മൈനസ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം ടിക്ക് പകരം. കാരണം ഇവിടെ ഇൻ്റഗ്രേഷൻ ഒമേഗയിലാണ്. അപ്പോൾ അതുകൊണ്ട് മൈനസ് ടി കൊടുത്താൽ ഇവിടെ മാറ്റമൊന്നും വരില്ല, വേരിയബിൾ ജസ്റ്റ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ടിക്ക് പകരം മൈനസ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ടിക്ക് പകരം മൈനസ് ടി കൊടുത്തു. അപ്പോൾ റൈറ്റ് സൈഡിൽ എന്ത് വരും? ടിക്ക് പകരം മൈനസ് ടി വരും. അപ്പോൾ എഫ് ഓഫ് മൈനസ് ടി ഈക്വൽ ടു 1/√2π മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് ഒമേഗ. അതിൽ മാറ്റമൊന്നുമില്ല. ഇവിടെ എന്ത് വരും? ഇ റൈസ് ടു ഐ ഒമേഗ ടി. ടിക്ക് പകരം മൈനസ് ടി കൊടുത്താൽ ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി ഡി ഒമേഗ എന്ന് വരും. അപ്പോൾ ഏകദേശം ആൻസറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടല്ലേ? നമുക്ക് എഫ് ഓഫ് മൈനസ് ടി എന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എഫ് ഓഫ് മൈനസ് ഒമേഗയാണ് വരേണ്ടത്. അതുപോലെ ഇവിടെ എഫ് ഓഫ് ഒമേഗ വന്നിട്ടുണ്ട്, ഇവിടെ എഫ് ഓഫ് ടി എന്നാണ് വരേണ്ടത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഒമേഗയും ടിയും തമ്മിൽ മാറ്റിയാൽ മതി അല്ലേ? ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ടിക്ക് പകരം ഒമേഗ കൊടുക്കുക, ഒമേഗക്ക് പകരം ടി എന്ന് കൊടുക്കുക. അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് മാറ്റമൊന്നുമില്ല, വേരിയബിൾ തമ്മിൽ മാറ്റാൻ പറ്റും. ഇവിടെ ഇപ്പോൾ എക്സും വൈയും ആണെങ്കിൽ വൈയും എക്സ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ടിയിലെടുത്ത് ഒമേഗ കൊടുക്കാം, ഒമേഗയിലെടുത്ത് ടി കൊടുക്കാം. അങ്ങനെ വേരിയബിൾ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇന്റഗ്രേഷനിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. സോ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു? ഒമേഗയും ടിയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തു. അപ്പോൾ ടിക്ക് പകരം എഫ് ഓഫ് മൈനസ് ഒമേഗ എന്ന് വരും. 1/√2π മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് ടി. ഇവിടെ ഒമേഗക്ക് പകരം ടി വരും. ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി. ഇവിടെ അങ്ങോട്ട് മാറ്റിയാലും ഐ ഒമേഗ ടി തന്നെ വരിക. ഇവിടെ ഡി ഒമേഗക്ക് പകരം ഡി ടി എന്ന് വരും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെന്താണ്? ഫോറിയർ ട്രാൻസ്ഫോം ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി, ക്യാപിറ്റൽ എഫ് ഓഫ് ടിന്റെ ഫോറിയർ ട്രാൻസ്ഫോം ആണ്. നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ഓഫ് ടി എന്ന് എഴുതാം. സോ ഹാൻസ് ദ പ്രൂഫ്. ഈ പ്രൂഫ് ചോദിക്കുള്ളൂ, ജസ്റ്റ് അതിന്റെ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ചേഞ്ച് ഓഫ് ടൈം സ്കെയിൽ. ഇഫ് Fourier transform of f of t is equal to f of omega and a is a positive real constant, then Fourier transform of f of at, a into f of t അല്ല, അത് ലീനിയാരിറ്റി ആണ്. ഇതെന്താണ്? എഫ് ഓഫ് എ ടി എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1/a എഫ് ഓഫ് ഒമേഗ ബൈ എ എന്ന് വരും. റിസൾട്ടാണ് ചേഞ്ച് ഓഫ് ടൈം സ്കെയിൽ. ടി എന്നുള്ളടത്ത് എ ഇൻറ്റു ടി എന്ന് വരും. ടിയിലുള്ളടത്ത് എ ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 1/a ഒമേഗ ഉള്ളിടത്ത് ഒമേഗ ബൈ എ കൊടുക്കുക. ടി ഉള്ളിടത്ത് എ ഇൻറ്റു ടി എന്നാണെങ്കിൽ ഒമേഗ ഉള്ളിടത്ത് ഒമേഗ ബൈ എ എന്ന് വരും. 1/a ഒമേഗ ബൈ എ. അടുത്ത റിസൾട്ടാണ് ഷിഫ്റ്റിങ്. ഇപ്പൊ നേരത്തെ നമ്മൾ ടി ഉള്ളിടത്ത് എ ഇൻറ്റു ടി എന്ന് പറഞ്ഞു.
സോ ഷിഫ്റ്റിങ്ങിൽ എന്താണ് ടി ഉള്ളിടത്ത് ടി മൈനസ് ടി നോട്ട് വരും. ഷിഫ്റ്റ് ചെയ്യുക അഥവാ ടീൻ്റെ കൂടെ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അഥവാ എഫിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് ഒമേഗയാണ്. അങ്ങനെയെങ്കിൽ എഫ് ഓഫ് ടി മൈനസ് ടി നോട്ടിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എത്രയാണോ ഷിഫ്റ്റ് ചെയ്തത് അത് ഇ റൈസ് ടു ഐ ഒമേഗൻ്റെ കൂടെ എഴുതുക. സോ ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി നോട്ട് എഫ് ഓഫ് ഒമേഗ. അപ്പോൾ എഫ് ഓഫ് ടീൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം അറിയാമെങ്കിൽ എഫ് ഓഫ് ടി മൈനസ് ടി നോട്ടിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കാണാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി നോട്ട് ഇൻറ്റു എഫ് ഓഫ് ഒമേഗ എന്ന് എഴുതിയാൽ മതി. ടൈം ഷിഫ്റ്റിംഗ്. അതുപോലെ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് അത് തിരിച്ചും പറ്റും. ഇപ്പോൾ എഫ് ഓഫ് ടീൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് ഒമേഗ ആണെങ്കിൽ ഇ റൈസ് ടു ഐ ഒമേഗ നോട്ട് ടി, എഫ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു ഐ ഒമേഗ നോട്ട് ടി എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഒമേഗ മൈനസ് ഒമേഗ നോട്ടാണ്. ഇവിടെ ഒമേഗ നോട്ട് ഒരു കോൺസ്റ്റന്റ് ആണ് കേട്ടോ. ഇവിടെ ഒമേഗ നോട്ട് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എഫ് ഓഫ് ടീൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം അറിയാമെങ്കിൽ ഇ റൈസ് ടു ഐ ഒമേഗ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അതാ ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ഒമേഗ നോട്ട് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇ റൈസ് ടു ഐ ഒമേഗ നോട്ട് ടി എന്ന് പറഞ്ഞാൽ ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ. ഇ റൈസ് ടു ഐ എ ടി, ഇ റൈസ് ടു ഐ 2t, ഇ റൈസ് ടു ഐ 3t എന്നൊക്കെ പറയുന്ന പോലെ. സോ ഇ റൈസ് ടു ഐ ഒമേഗ നോട്ട് ടി ആണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എന്താണോ അവിടെ ഒമേഗക്ക് പകരം ഒമേഗ മൈനസ് ഒമേഗ നോട്ട് കൊടുത്താൽ മതി. ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ്. അത് ജസ്റ്റ് ഈ ഫ്രീക്വൻസി എന്നുള്ളതും ടൈം എന്നുള്ളതും നിങ്ങൾ ബോധരേണ്ട ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ. ടീൻ്റെ കൂടെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എഫ് ഓഫ് ഒമേഗനോട് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി നോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി എഫ് ഓഫ് ഒമേഗ മൈനസ് ഒമേഗ നോട്ട് ആണെങ്കിൽ നേരെ തിരിച്ച് പടിയും വരും. ഇ റൈസ് ടു ഐ ഒമേഗ നോട്ട് ടി എഫ് ഓഫ് ടി എന്ന് വരുന്ന അർത്ഥം. ജസ്റ്റ് ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. പ്രോപ്പർട്ടി പറഞ്ഞതിൻ്റെ കൂടെ പറയുന്ന ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാണ്. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഒമേഗയാണ്. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഒമേഗയാണ്. ഷോ ദാറ്റ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി കോസ് എ ടി ഈക്വൽ ടു 1/2 എഫ് ഓഫ് ഒമേഗ മൈനസ് എ പ്ലസ് എഫ് ഓഫ് ഒമേഗ പ്ലസ് എ. അതുപോലെ സൈൻ എ ടി വരുമ്പോൾ 1/2 ഐ എഫ് ഓഫ് ഒമേഗ മൈനസ് എ മൈനസ് എഫ് ഓഫ് ഒമേഗ പ്ലസ് എ. സോ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലെ? ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്കിവിടെ അറിയുന്ന റിസൾട്ട് ഏതാണ്? അറിയുന്ന റിസൾട്ട് എന്താണ്? എഫ് ഓഫ് ടീൻ്റെ കൂടെ ഇ റൈസ് ടു ഐ എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ എഫ് ഓഫ് ഒമേഗ മൈനസ് ഒമേഗ നോട്ട് എന്ന് എഴുതാം. എഫ് ഓഫ് ടീൻ്റെ കൂടെ ഇ റൈസ് ടു ഐ ടേം വരണം. എഫ് ഓഫ് ടീൻ്റെ കൂടെ ഇ റൈസ് ടു ഐ ടേം വരണം. പക്ഷെ ഇവിടെ എഫ് ഓഫ് ടീൻ്റെ കൂടെ ഇ റൈസ് ടു ഐ ടേം അല്ല ഉള്ളത്, കോസ് ആണുള്ളത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ കോസിനും സൈനിനൊക്കെ ഇ റൈസ് ടു ഐ ടേമിൽ എഴുതണം. എങ്ങനെ എഴുതുക? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. കോസ് എ ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? ഇ റൈസ് ടു ഐ എ ടി പ്ലസ് ഇ റൈസ് ടു മൈനസ് ഐ എ ടി ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം. ഇത് പലതവണ പറഞ്ഞതാണ് കോസ് എ ടിൻ്റെ ഡെഫിനിഷൻ. കോസ് എ ടിനെ എങ്ങനെ എഴുതാം? അതുപോലെ സൈൻ എ ടിനെ എങ്ങനെ എഴുതാം? സൈൻ എ ടിനെ ഇവിടെ മൈനസ് കൊടുത്താൽ മതി. ഇ റൈസ് ടു ഐ എ ടി മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ എ ടി ബൈ 2i ബൈ 2. ഇവിടെ പ്ലസും ബൈ 2 ആണെങ്കിൽ കോസ് വരും. അത് സൈൻ ആണെങ്കിൽ എന്ത് വരും? ബൈ 2i എന്ന് വരും. അപ്പോൾ നമുക്ക് എഫ് ഓഫ് ടീൻ്റെ കൂടെ ഇ റൈസ് ടു വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കോസിനെ സൈനെ ഈ ടേമിലേക്ക് മാറ്റുകയാണ്. സോ അങ്ങനെ മാറ്റുമ്പോൾ കോസിന് പകരം എന്ത് എഴുതി? ഇ റൈസ് ടു ഐ എ ടി പ്ലസ് ഇ റൈസ് ടു മൈനസ് ഐ എ ടി ബൈ 2 എന്ന് എഴുതി. എന്നിട്ട് 1/2 എന്നുള്ള കോൺസ്റ്റന്റ് ലീനിയാരിറ്റി ഉപയോഗിക്കാൻ പറ്റും. 1/2 എന്നുള്ളത് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ഇവിടെ ഇത് എന്താണ്? കോസ് എ ടി എന്നുള്ളത് ടോട്ടൽ ബ്രാക്കറ്റ് ആണ്.
അപ്പോൾ എഫ് ഓഫ് ടിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ പറയുക, എഫ് ഓഫ് ടി റൈസ് ടു ഐ എ ടി പ്ലസ് എഫ് ഓഫ് ടി റൈസ് ടു മൈനസ് ഐ എ ടി എന്ന് വരും. ഇവിടെ എന്ത് ചെയ്യാം, ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ പറ്റും അല്ലേ, ഇവിടെ പ്ലസ് ഉണ്ട്. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ പറ്റും. സോ 1/2 എന്ന് കഴിഞ്ഞിട്ട് ഫോറിയർ ട്രാൻസ്ഫോമിനെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. സോ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി റൈസ് ടു ഐ എ ടി, അതുപോലെ പ്ലസ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി റൈസ് ടു ഐ എ ടി എന്ന് വരും. നമ്മുടെ റിസൾട്ട് എന്താ അല്ലെ, ഇവിടെ റിസൾട്ട് ഇ റൈസ് ടു ഐ ഒമേഗ നോട്ട് ടി വരികയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, എഫ് ഓഫ് ഒമേഗന്റെ കൂടെ ഒമേഗ മൈനസ് ആ കോൺസ്റ്റന്റ് കൊടുത്താൽ മതി. ഇവിടെ ഐ കോൺസ്റ്റന്റ് എന്നാണെങ്കിൽ ഇവിടെ ഒമേഗ മൈനസ് കോൺസ്റ്റന്റ് വരും. സോ അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്, ഇ റൈസ് ടു ഐ എ എന്നുള്ളത്. ഇവിടെ ഒമേഗ നോട്ടിന് പകരം എ ആണ്. അത് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ എഫ് ഓഫ് ഒമേഗക്ക് പകരം ഒമേഗ മൈനസ് എ എന്ന് കൊടുത്താൽ മതി. എഫ് ഓഫ് ഒമേഗ മൈനസ് എ. ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ മൈനസ് എ ആണുള്ളത്. അപ്പോൾ ഒമേഗ മൈനസ് മൈനസ് എ എന്ന് വരും. സോ സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 1/2. എഫ് ഓഫ് ടീൻ്റെ എഫ് ഓഫ് ഒമേഗ ആണെങ്കിൽ ഇ റൈസ് ടു എ ഐ എ ടി മൾട്ടിപ്ലൈ ചെയ്താൽ ഈ എ ഒമേഗൻ്റെ കൂടെ വരും. അവിടെ മൈനസ് എ ആണ്, ഇവിടെ പ്ലസ് എ എന്ന് വരും, ഇവിടെ പ്ലസ്സും വരും. സോ നമുക്ക് അതേപോലെ സൈൻ എ ടി പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ സൈൻ എ ടി, എഫ് ഓഫ് ടി ഇൻറ്റു സൈൻ എ ടി പ്രൂവ് ചെയ്യാൻ പറ്റും. സോ എന്ത് ചെയ്യാം, എഫ് ഓഫ് ടി ഇൻറ്റു സൈൻ എ ടിക്ക് പകരം ഇതിൻ്റെ എക്സ്പാൻഷൻ എഴുതി, ഇതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ലീനിയാരിറ്റി ഉപയോഗിച്ചിട്ട് ഇവിടെ മൈനസ് ആണ് കേട്ടോ, ഇവിടെ മൈനസ് ഉള്ളത്, ആ മൈനസ് കൂടി എഴുതി. ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ലീനിയാരിറ്റി അപ്പോൾ നമ്മൾ പറഞ്ഞു 1/2 താഴെ വരിക. അപ്പോൾ 1/2 പുറത്തേക്ക് എടുത്തു. ഇവിടെ ഒമേഗ നോട്ടിന് പകരം എ ആണ്. സോ എഫ് ഓഫ് ഒമേഗ മൈനസ് എ എന്ന് എഴുതാം. ഇവിടെ ഒമേഗക്ക് പകരം ഒമേഗ നോട്ടിന് പകരം മൈനസ് എ ആണ്. സോ ഒമേഗ മൈനസ് മൈനസ് എ, ഒമേഗ പ്ലസ് എ എന്ന് വരും. സോ ദിസ് ഈസ് ദ പ്രൂഫ്. സോ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ടൈം ഡിഫറൻസിയേഷൻ. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് ടി എഫ് ഓഫ് ഒമേഗ ആണെങ്കിൽ nth ഡെറിവേറ്റീവിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഐ ഒമേഗന്റെ കൂടെ n ടൈംസ് മൾട്ടിപ്ലൈ, ദാറ്റ് ഈസ് ഐ ഒമേഗ റൈസ് ടു n ഇൻറ്റു എഫ് ഓഫ് ഒമേഗ എന്ന് വരും. ഡിഫറൻസിയേഷൻ ഇത് ടിയിലുള്ള ഡിഫറൻഷ്യലാണ്, അഥവാ എഫ് nth ഡിഫറൻഷ്യൽ ഓഫ് എഫ് ഓഫ് ടി അല്ലെങ്കിൽ nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ടിന്റെ ഫോറിയർ ട്രാൻസ്ഫോം. നെക്സ്റ്റ് ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ. ജസ്റ്റ് ഒന്നുമില്ല, എഫ് ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണെങ്കിൽ ദെൻ ഒമേഗയിൽ നമ്മൾ നേരത്തെ സ്മോൾ ലെറ്റർ എഫിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്. ഇത് നമ്മുടെ ഫോറിയർ ട്രാൻസ്ഫോമിൽ ഡിഫറൻസിയേഷൻ വരികയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണാം, ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് മൈനസ് ഐ ഇൻറ്റു ടി എഫ് ഓഫ് ടി എന്ന് വരും. മൈനസ് ഐ ഇൻറ്റു ടി എഫ് ഓഫ് ടി. നമുക്കിതൊക്കെ ഇൻവേഴ്സ് കാണാൻ കൂടുതൽ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിലൊക്കെയാണ് ഇത് എഫക്റ്റീവായിട്ട് വരുന്നത്. മനസ്സിലാക്കുക, എഫ് ഡാഷ് ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ഇൻറ്റു ടി ഇൻറ്റു എഫ് ഓഫ് ടി. അതിനെ ഫോറിയർ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് ഒമേഗ കിട്ടും. അതേപോലെ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്നാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഐ ഇൻറ്റു എഫ് ഡാഷ് ഒമേഗയും വരും. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേഴ്സ് എടുത്താണ്. കാരണം ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് മൈനസ് ഐ ഇൻറ്റു ടി എഫ് ഓഫ് ടി അതിൻ്റെ ഡിഫറൻഷ്യലാണ്, അതിൻ്റെ ആൻസറാണ് ഡിഫറൻഷ്യൽ ഓഫ് എഫ് ഓഫ് ഒമേഗ. നേരെ തിരിച്ച് ഇവിടെ ഐ എന്നുള്ളത് എന്താ ഒഴിവാക്കി കഴിഞ്ഞാൽ ടി ഇൻറ്റു എഫ് ഓഫ് ടീൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഐ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ഒമേഗ എന്ന് വരും. ഈ ഐ എന്നുള്ളത് ഇങ്ങോട്ട് പോയിരിക്കുകയാണ്. ഈ ഐ എന്നുള്ളത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മൈനസ് ഐ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഐ ആയിട്ട് മാറും. സോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതാണ്. സോ ജനറലി എന്ത് പറയാൻ പറ്റും, ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ടി റൈസ് ടു എൻ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഐ റൈസ് ടു എൻ nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ഒമേഗയാണ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് കേട്ടോ. n എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്, 1 2 3 എക്സെട്ര. n എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ജനറലി എന്ത് പറയാം, ടി റൈസ് ടു n ഇൻറ്റു എഫ് ഓഫ് ടീൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി,
എഫ് ഓഫ് ടിന്റെ ഫോറിയർ ട്രാൻസ്ഫോമിനെ n തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഈ റിസൾട്ട് മനസ്സിലാക്കുക. t⁻n എഫ് ഓഫ് ടിന്റെ ഫോറിയർ ട്രാൻസ്ഫോം കാണണമെങ്കിൽ എഫ് ഓഫ് ടിന്റെ ഫോറിയർ ട്രാൻസ്ഫോമിനെ n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് അതിനെ i⁻n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ ഇതൊക്കെ റിസൾട്ടുകളാണ്. ഇതിന്റെ പ്രൂഫുകളൊന്നും പഠിക്കാനില്ല. പക്ഷെ ഇതിന്റെ ചില റിസൾട്ടുകൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ചില കേസുകളിൽ. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി പെട്ടെന്ന് ആൻസർ കിട്ടും. അല്ലെങ്കിൽ ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്ത് ചെയ്യേണ്ടി വരും. പക്ഷെ റിസൾട്ടുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ.